മനസ്സിൻ്റെ പ്രയത്നങ്ങളെ നിയന്ത്രിക്കുന്നത്, പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത് എന്താണ്? വായുവാണ്, പ്രാണവായുവാണ്. ആ പ്രാണവായുവിനെ നമുക്ക് നിയന്ത്രിക്കണമെങ്കിലോ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാം. രണ്ട് തരത്തിലും ഉണ്ട്. നമുക്ക് പ്രാണായാമം കൊണ്ട് മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഏകാഗ്രമാക്കാൻ സാധിക്കും. മനസ്സുകൊണ്ടോ പ്രാണനെ നിർത്താൻ സാധിക്കുന്നവരുണ്ട്. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ഒരു ഗ്രന്ഥം, ഒരു പുസ്തകം വായിച്ചിരിക്കുകയാണെങ്കിൽ വേറെ മനസ്സ് എവിടേക്കും പോവാതെ ആ പഠിക്കുന്ന വിഷയത്തിലേക്ക് മാത്രം ശ്രദ്ധ വച്ചിരുന്നാൽ നമ്മളെ ശ്വാസം നിന്നുപോയിട്ടുണ്ടാവും. പഠിക്കണ്ട, നിന്നുപോയ ബുദ്ധിമുട്ടാവില്ല. അങ്ങനെ നിൽക്കല്ല, ഏകാഗ്രതയിൽ ശ്വാസഗതി നിന്ന പോലെ ആവും. അത് കഴിഞ്ഞ് നമ്മൾ പുസ്തകം മടക്കി വയ്ക്കുമ്പോഴോ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ശ്വാസം വലിക്കുന്നില്ല. അവിടെ എന്തായി? പ്രാണനും മനസ്സും കൂടിയിട്ട് ഒരേ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചു. ആ കേന്ദ്രീകരിക്കുന്നതിന് പറയുന്ന പേരാണ് ധ്യാനം. എന്തായി? പ്രാണവായുവിനെ കൊണ്ട് മനസ്സിനെ നമുക്ക് നിർത്താൻ സാധിക്കുന്ന പോലെ മനസ്സുകൊണ്ട് പ്രാണവായുവിനെ നിർത്താൻ സാധിക്കും. ഈ രണ്ട് ക്രിയകളും ഒരേ സമയത്ത് ചെയ്തും കൊണ്ടിരിക്കണം, ഒന്നിച്ച് ചെയ്യേണ്ടതാണെന്നാണ് യോഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ഹഠയോഗമായിരിക്കുന്ന പ്രാണായാമം ചെയ്യണം, രാജയോഗമായിരിക്കുന്ന ധ്യാനം ചെയ്യണം. രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ധ്യാനത്തിലേക്കും സമാധിയിലേക്കും മനസ്സ് ശക്തമാകുന്നത്. ധ്യാനം, ധീയാനം. ധീ ബുദ്ധി, ബുദ്ധിയുടെ യാനം. യാനം എന്ന് പറഞ്ഞാൽ യാത്ര, സഞ്ചാരം. ബുദ്ധിയുടെ സഞ്ചാരം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞു, മനസ്സ് ഏകാഗ്രമായി നിലകൊള്ളുമ്പോഴാണ് ധ്യാനം. ഇവിടെ പറഞ്ഞു ബുദ്ധിയുടെ സഞ്ചാരമാണ് ധ്യാനം. ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാക്കുക? മനസ്സിനെ ഒരു വിഷയത്തിൽ സഞ്ചരിപ്പിച്ചും കൊണ്ട് അവിടെ നിർത്താനാണ് പറയുന്നത്. വിഷയങ്ങളിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ഒരു സമയത്തൊരു ചിന്ത വന്ന് ആ ചിന്തയെ മാറ്റി വേറൊരു ചിന്ത അവിടെ കയറിക്കൂടി, ആ ചിന്ത അടുത്ത ക്ഷണത്തിൽ പോയി വേറൊരു ചിന്ത വരുന്നുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കുന്നു. ഇന്ന് രാവിലെ നമ്മൾ എണീറ്റ് എത്ര വിഷയങ്ങൾ കൂടി, എത്ര ചിന്തകൾ കൂടി കടന്നുപോയി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വരുന്നത്. ഇത് ഏകാഗ്രമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എത്ര ചിന്തകൾ മനസ്സിൽ കൂടെ വേറെ പോയി കഴിഞ്ഞു. ഇപ്പം ഇരിക്കുമ്പോൾ തന്നെ മനസ്സിൽ ചിന്തകൾ മാറി മാറി വരുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. ഈ മാറി മാറി വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ, ആ മനസ്സിൻ്റെ അഗ്രം ഗർഭപ്പുല്ലിൻ്റെ അറ്റം പോലെ അതിനെ ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുക. അപ്പോഴോ മനസ്സ് യാനം ചെയ്യുന്നത് ഒരു വിഷയത്തിലായിരിക്കും. അതാണ് ഭഗവത് രൂപം. ആ ഭഗവത് രൂപത്തിലേക്ക് നിരന്തരമായിരിക്കുന്ന മനസ്സിൻ്റെ ഇടതടവില്ലാത്ത പ്രവാഹത്തിന് പറയുന്ന പേരാണ് ധ്യാനം, ധീയാനം. അവിടെ മനസ്സ് നിൽക്കുന്നത് എവിടെയാണ്? ആ രൂപത്തിൽ, അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സഞ്ചരിച്ചും കൊണ്ട് വേണം ഒരു ദിക്കിലേക്ക് എത്താൻ. എത്തിക്കഴിഞ്ഞാലോ അവിടേക്കിങ്ങനെ മനസ്സിനെ വീണ്ടും വീണ്ടും സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ധ്യാനം എന്നുള്ളത് പ്രവാഹമാണ്. ജലം, നദിയിലെ ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് ധ്യാനം. ധാരാനിത്യത്വം, തൈലധാര പോലെ. നമ്മൾ എണ്ണ എടുക്കുമ്പോൾ, എണ്ണ തയ്ക്കാൻ എടുക്കുമ്പോൾ എണ്ണ ഇങ്ങനെ കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ധാര പാത്രത്തിലേക്ക് ഇങ്ങനെ നിൽക്കും. അവിടെ മുറിവുണ്ടോ? മുറിവില്ല. മുറിവില്ലാണ്ട് അത് നിൽക്കും. അപ്പോൾ നമ്മുടെ മനസ്സിന് നിരന്തരം ഒരു വിഷയത്തിലേക്ക് തന്നെ കുറേ അധികം സമയം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ധ്യാനം എന്ന് പറയുന്നത്.
അധിക നേരം ഒരു വിഷയത്തിലേക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കാനുള്ള ശേഷിയില്ല. ഒരു സെക്കൻഡ് ഒരു വിഷയത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ യാനം വേറൊന്നിരിക്കുകയാണ്, ഒരു ഡൈവേർഷൻ. ഇങ്ങനെ പോകണ മനസ്സ് ഇങ്ങോട്ട് വരും. അവിടെ നിൽക്കുമോ? അവിടെ നിൽക്കില്ല. അപ്പോൾ ഇങ്ങോട്ട് നിൽക്കുക. ഇതുകൊണ്ടാണ് നമ്മുടെ ഉപനിഷത്ത് പറയുന്നത് മനോമർക്കള, മനസ്സ് കുരങ്ങനാണ്, ചാടിക്കൊണ്ടിരിക്കുന്നതാണ്, മരഞ്ചാടിയാണ്, എവിടെ നിൽക്കാത്തതാണ്. അതതിൻ്റെ സ്വഭാവം. ധ്യാനം എന്ന് പറഞ്ഞ് ധ്യാന ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ടാവും, മെഡിറ്റേഷൻ ക്ലാസ്. മെഡിറ്റേഷൻ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നൊരു വ്യത്യാസം എന്താ? നമ്മൾ കണ്ണടച്ചിട്ട് വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണെന്ന്. കണ്ണ് തുറന്ന് ചിന്തിക്കുന്ന പോലെ കണ്ണടച്ച് ചിന്തിക്കുന്നത്. ഞാൻ ഇതുപോലെ ഉള്ള പല ആശ്രമങ്ങളിലേക്ക് ഒരു കാലത്ത് പോയിരുന്നു. എൻ്റെ 1975 മുതൽ 85-86 വരെയുള്ള സമയങ്ങളിൽ ഒരുപാട് ആശ്രമങ്ങളിൽ പോയിട്ടുണ്ട്. പല യോഗികളെ കണ്ടിട്ടുണ്ട്, സ്വാമിമാരെ കണ്ടിട്ടുണ്ട്, മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി പോകും തന്നെ. ഈ പുതിയ പഠിപ്പ് അങ്ങനെ തന്നെ പറയാനുള്ളോ, എല്ലാം പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് പഠിക്കുക. നമ്മുടെ ആർഷഭാരത സംസ്കാരം അടക്കം എല്ലാം. അവിടെ വരുന്ന ദോഷം എന്താണെന്ന് വെച്ചാൽ, ഈ പഠിക്കുന്ന വിഷയങ്ങളെ എല്ലാവർക്കും കിട്ടണം, എല്ലാവർക്കും പര്യാപ്തമാവണം, എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ സാധിക്കണം എന്ന് വിചാരിച്ചാൽ വിഷയത്തിനെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഗൗരവത്തിനെ കളഞ്ഞ് ഉപരിപ്ലവമായിരിക്കുന്ന വിഷയങ്ങൾ മാത്രം മനസ്സിലാക്കി കൊടുക്കുന്ന രീതി. ഖനം പോയി വിഷയത്തിൻ്റെ. ഭാഗവത്തിന് ഖനമില്ലാച്ച പിന്നെ ഭാഗവതം എന്തിനാണ്? ഈ ഖനല്ല പറയുന്നത്. വിഷയത്തിന് ഖനമില്ലെങ്കിൽ പിന്നെ എന്ത് ഭാഗവത? ആരെ കേൾക്കുക? 5000 കൊല്ലമായിട്ട് കേൾക്കാനുള്ള വിഷയമാണത്.